ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 87-ാമത്തെ ശ്ലോകം. നനർത്ഥമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിഃ പ്രസന്നോപി വചോ ബ്രവീത്തത്. നമ്മൾ ഭഗവാൻ വന്ന ആ വേദിയിൽ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഓരോരുത്തരും എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തത് എന്നാണ് നമ്മൾ കണ്ടത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠവും കൂടിയുണ്ട്. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് വേണം ചെയ്യുവാൻ. സ്വന്തം ആഗ്രഹ പൂർത്തീകരണത്തിനോ തൻ്റെ തന്നെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ ഉള്ള കർമ്മങ്ങളാവരുത് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുക. ഓരോരുത്തർക്ക് ഭഗവാൻ ഓരോരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് താളം പിടിക്കുന്നതിലാവാം, ചിലർക്ക് മൃദംഗം വായിക്കാൻ, അല്ലേ, ദേവേന്ദ്രൻ്റെ കാര്യം നമ്മൾ കണ്ടു, മൃദംഗം വായിച്ചു എന്ന് പറഞ്ഞു. ചിലർക്കാകട്ടെ വീണയിലായിരുന്നു ശ്രീ നാരദ മഹർഷിക്ക്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള കഴിവുകളെ കൊടുത്തിരിക്കുന്നു. ഏത് കഴിവുമായിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ടാവണമെന്ന് കാണിച്ചു തരികയായിരുന്നു കഴിഞ്ഞ ശ്ലോകം. ഇനി ഈ ശ്ലോകത്തിൽ പറയുകയാണ്, അപ്പോൾ ഓരോരുത്തരും ഭഗവാനെ നന്നായി പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ഭഗവാൻ ചൊരിഞ്ഞിട്ടുള്ള ഈ കഴിവുകളൊക്കെ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നനർത്ഥമധ്യേ ത്രികമേവ തത്ര, നനർത്ഥമധ്യേ അതിൻ്റെ നടുവിൽ നർത്തനം ചെയ്തു. ത്രികം ഏവ തത്ര, ത്രികം എന്ന് പറഞ്ഞാൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും. ഭക്തിദേവിയും തൻ്റെ 2 പുത്രന്മാരും ഈ സമയത്ത് വന്ന് ഭഗവാനെ അവിടുത്തെ പ്രീതിക്കായിക്കൊണ്ട് ഏവ തത്ര, അവിടെ അവർ 3 പേരും വന്ന് നൃത്തം ചെയ്തു. ഭക്ത്യാദികാനാം നടവത്സു തേജസാം, ഭക്ത്യാദികാനാം, ഭക്തി ആദിയായിട്ടുള്ള ആ 3 പേര്, ഭക്തിദേവിയും പുത്രന്മാരും കൂടി നടവത് സുതേജസാം, വളരെ ദിവ്യരൂപധരന്മാരായിട്ടാണ് ആ സദസ്സിൽ വന്നിട്ട് നടൻ വളരെ ഭംഗിയായിട്ട് നടനം ചെയ്തു. അലൗകികം കീർത്തനമേതദീക്ഷ്യ, അലൗകികമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കീർത്തനം ഏതത് ഈക്ഷ്യ, ഈ രീതിയിലുള്ള കീർത്തനങ്ങളെ നർത്തനങ്ങളെയൊക്കെ കണ്ടിട്ട്, ഏതത് ഈക്ഷ്യ കണ്ടിട്ട്, ഹരി പ്രസന്നോപി വചോ ബ്രവീത്തത്, ഹരി പ്രസന്നഃ, ആ ശ്രീഹരി ഭഗവാൻ പ്രസന്നനായിട്ട് വചോബ്രവീത്തത്, വചഃ അബ്രവീത് തത്, അപ്പോൾ അവിടെ വെച്ച് ഇത്തരം വചഃ വാക്കുകളെ അബ്രവീത് പറഞ്ഞു. ഭഗവാനും തൃപ്തിയായി. കാരണം താൻ തൻ്റെ ഓരോ പ്രജയ്ക്കും കൊടുത്തിരിക്കുന്ന ഓരോ തരത്തിലുള്ള കഴിവുകളാണ്. ആരും അത് പാഴാക്കി കളഞ്ഞില്ല. ഭഗവാൻ മുൻപിൽ വന്നപ്പോൾ താങ്കളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള കർമ്മങ്ങളെ ഭഗവത് പ്രീതിക്കായിക്കൊണ്ട് ചെയ്യുന്നത് കണ്ട്, അത് നടനമായിക്കോട്ടെ, അർജുനനെ പോലെ ആലാപനമായി രാഗാലാപനമായിക്കോട്ടെ, ദേവേന്ദ്രനെ പോലെ മൃദംഗവാദ്യങ്ങളായിക്കോട്ടെ, ശ്രീ നാരദ മഹർഷിയെ പോലെ വീണയായിക്കോട്ടെ, ഇനി അതുമല്ല, താളം പിടിച്ചാൽ മതി ഭഗവാന്റെ കഥകൾക്കും ഭഗവാന്റെ ശ്രുതികൾക്കും കീർത്തനങ്ങൾക്കും ഒക്കെ ഭക്തപ്രഹ്ലാദനെ പോലെ ഭഗവാൻ സംപ്രീതനാകാൻ കൈ തന്നിട്ടുണ്ടല്ലോ നമുക്ക്. ഭഗവാന്റെ വലിയ കൃപയല്ലേ ഈ 2 കൈകൾ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ താളം പിടിക്കാമല്ലോ. അതുകൊണ്ട് പോലും ഭഗവാൻ സംപ്രീതനാകുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാന് വേണ്ടി ചെയ്ത കർമ്മങ്ങളിൽ സംപ്രീതനായ ഭഗവാൻ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നനർത്ഥമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം
നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിഃ പ്രസന്നോപി വചോബ്രവീത്തത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭക്തിയാദികാനാം, ഭക്തി ആദികാനാം, ഭക്തി ആദിയായിട്ടുള്ളവർ, അവിടെ ശ്രദ്ധിക്കുക ആകാരം, ഭക്തിയാദികാനാം. പിന്നെ ഹരി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. കീർത്തനമേതദീക്ഷ്യ, കീർത്തനം ഏതതാണ്, മായുടെ കാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വചോബ്രവീത്തത്, ആദ്യത്തെ ത കൂട്ടക്ഷരമാണ്, ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 88-ാമത്തെ ശ്ലോകമാണ്. മത്തോ വരം ഭാവവൃതാദ് വൃണുത്വം പ്രീതഃ കഥാ കീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്നാ പ്രേമാർദ്രചിത്താ ഹരിമൂചിരേ തേ. മത്തോ വരം ഭാവവൃതാദ് വൃണുത്വം പ്രീതഃ കഥാ കീർത്തനദോസ്മി സാമ്പ്രതം. ഭഗവാൻ പറയുകയാണ്, അല്ലയോ ഭഗവത് ഭക്തന്മാരെ, അല്ലയോ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ രീതിയിലുള്ള കഥാകീർത്തനം കൊണ്ട്, അപ്പോൾ കഥ പറഞ്ഞതും ഇത്ര നേരവും ഇരുന്ന കഥകൾ പറഞ്ഞതും ശ്രീശുക മഹർഷിയുടേതാണെങ്കിലും സനൽകുമാരാദി മഹർഷിമാരുടെ ആണെങ്കിലും ഒക്കെയും ഈ കഥകളിലൊക്കെ വളരെയേറെ സംപ്രീതനായ ഭഗവാൻ പറയുകയാണ്, അതിലൊക്കെ കഥാകീർത്തനതഃ അസ്മി, ഇതിലെല്ലാം ഞാൻ പ്രീതഃ സംപ്രീതനായിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്ന, ശ്രുത്വ ഇതി. അപ്പോൾ ഇങ്ങനെ അതിനു മുമ്പ് അപ്പോൾ ഇതിലൊക്കെ പ്രസന്നനായിരിക്കുന്നു. അതുകൊണ്ട് മത്തോവരം ഭാഗവതാവൃണുത്വം, എന്നിൽ നിന്നും, മത്തോ എന്നിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതൊരു വരമാണോ അത് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചു വാങ്ങിച്ചു കൊള്ളുവിൻ. അഥവാ നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾക്കത് പറയാം. എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞുകൊള്ളുക. ഇങ്ങനെ ഈ ഭാഗവത കഥാകീർത്തനങ്ങളിലൊക്കെ സ്തുതികളിലൊക്കെ ഭഗവാൻ സംപ്രീതനായിട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കൊക്കെയും ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. എന്താണ് വരം വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ സംപ്രീതനായിരിക്കുന്നു നിങ്ങൾക്ക് എന്നിലുള്ള ഭക്തി കണ്ടിട്ട്. ഇത് കേട്ടിട്ട് ശ്രുത്വേദി ശ്രുത്വായിരി, ഇത് കേട്ടിട്ട് തദ്വാക്യം അതിപ്രസന്ന, തദ്വാക്യം അതിപ്രസന്ന, അങ്ങയുടെ ഇത്തരം വാക്കുകളെ കേട്ടിട്ട് അത്യധികം സന്തുഷ്ടരായിട്ട് പ്രേമാർദ്രചിത്ത ഹരിമൂചിരേത്തെ, പ്രേമാർദ്രചിത്ത, ഭഗവാനെ അങ്ങയിൽ അത്യധികം പ്രേമഭക്തിയോടുകൂടിയ ചിത്തത്തോടുകൂടിയ അവർ ആ പ്രഹ്ലാദാദി ഭക്തന്മാർ അതിപ്രസന്ന, ഏറ്റവും സന്തുഷ്ടരായി തീർന്നു. ഹരിം ഊചിരേത്തെ, എന്നിട്ട് അവർ ശ്രീഹരി ഭഗവാനോട് ഇപ്രകാരം ആ പ്രഹ്ലാദാദികൾ ഊചിരെ പറഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മത്തോവരം ഭാഗവതാവൃണുത്വം പ്രീതഃ കഥാ കീർത്തനദോസ്മി സാമ്പ്രതം ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്ന പ്രേമാർദ്രചിത്ത ഹരിമൂചിരേത്തെ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രീത പ്രസന്ന, അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് തദ്വാക്യം അതിപ്രസന്ന, തദ്വാക്യം അതിപ്രസന്ന, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഹരിമൂചിരെ, ഹരിം ഊചിരയാണ്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 89-ാമത്തെ ശ്ലോകമാണ്. നഗാഹ ഗാഥാസു ച സർവഭക്തൈരേഭിസ്ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയസ്തഥേതി ചോക്ത്വാന്തരധീയതാച്യുത.
നഗാഹ ഗാഥാസു ച സർവഭക്തൈ ഏഭി ത്വയാ. ഈ ശ്ലോകത്തിൽ ആ ഭക്തപ്രഹ്ലാദാദികൾ എന്താ ചോദിച്ചത്? നഗാഹ ഗാഥാസു ച സർവഭക്തൈ. ഇവിടെ ഈ സപ്താഹ കഥാശ്രവണത്തിൽ തൽപരരായി ഇവിടെ കൂടിയിരിക്കുന്ന ഈ സർവജനങ്ങളിലും, എല്ലാ ഭക്തജനങ്ങളിലും ഏഭി ത്വയാ ഭാവ്യം ഇതി പ്രയത്നാത്. ത്വയാ, അങ്ങ് ഭഗവാനെ ഇവരുടെയൊക്കെ കൂടെ സദാ ചേർന്ന് വസിക്കണം. എന്നിട്ട് ഇത് മാത്രമാണ് ഞങ്ങൾക്ക് അവിടുത്തോട് അപേക്ഷിക്കുവാനുള്ളത്. കാരണം ഇവരൊക്കെ അങ്ങയെ കാണുന്നതിന്, അങ്ങയുടെ ആ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗവത കഥാശ്രവണത്തിനായിട്ട് എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഭഗവാനെ, ഈ ഭാഗവത കഥാശ്രവണത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും കൂടെയും ഭഗവാനെ അവിടുന്ന് സദാ ഉണ്ടാകണമേ, ചേർന്ന് വസിക്കണമേ. ഇത് കേട്ടപ്പോൾ മനോരഥോയം പരിപൂരണീയസ്തഥേതി. മനോരഥോയം, മനോരഥ അയം പരിപൂരണീയ തഥാ ഇതി. അവരുടെയൊക്കെ മനോരഥം, അവരുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ അയം പരിപൂരണീയ, ഞാനത് സാധിപ്പിച്ചു തരുന്നതാണ്. തഥാ ഇതി, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ച ഉക്ത്വ അന്തരധീയത അച്യുത. ച ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുത്തിട്ട് അന്തരധീയത അച്യുത, ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ മറഞ്ഞു. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ കഥകളിൽ ഉത്സുകരായി അവിടെ വന്ന് ചേർന്നിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആ പ്രഹ്ലാദാദി ഭക്തജനങ്ങളുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഈ ഭാഗവത കഥ കേൾക്കുന്ന എല്ലാവരുടെയും കൂടെ എപ്പോഴും ഭഗവാൻ വസിക്കണമേ എന്ന അപേക്ഷയെ, എന്ന വരത്തെ മാനിച്ചുകൊണ്ട് ഭഗവാൻ, സംപ്രീതനായ ഭഗവാൻ, അങ്ങനെയാകട്ടെ, ഞാൻ എപ്പോഴും നിങ്ങളോട് ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മറഞ്ഞു കളഞ്ഞു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നഗാഹ ഗാഥാസു ച സർവഭക്തൈരേഭിസ്ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയസ്തഥേതി ചോക്ത്വാന്തരധീയതാച്യുത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർവഭക്തൈരേഭിസ്ത്വയാ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് ഭാവ്യമിതി, ഭാവ്യം ഇതിയാണ്. അതുപോലെ മനോരഥോയം, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. പിന്നെ അടുത്തത് പരിപൂരണീയസ്തഥേതി, അതും കഴിയുന്നതും ചേർത്ത് വായിക്കുക. പിന്നെ അടുത്തത് ച ഉക്ത്വാ അന്തരധീയത അച്യുത, ചോക്ത്വാന്തരധീയതാച്യുത, അതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 90ാമത്തെ ശ്ലോകമാണ്. തതോ നമത്തച്ചരണേഷു നാരദസ്തഥാ ശുകാദീനപി താപസാംശ്ച അഥ പ്രഹൃഷ്ടാഃ പരിനഷ്ടമോഹാ സർവേ യയുഃ പീതകഥാമൃതാസ്തേ. തതോ നമത്തച്ചരണേഷു നാരദസ്തഥാ, തതഃ അനമത് തത് ചരണേഷു നാരദ തഥാ. തതഃ എന്ന് പറഞ്ഞാൽ അനന്തരം, അനമത് നമസ്കരിച്ചു, തത് ചരണേഷു അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആര്? നാരദ, ശ്രീ നാരദ മഹർഷി അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അതിനുശേഷം തഥാ ശുകാദീനപി, ശുകാദീനപി, അതിനുശേഷം ശുകാദികളായിട്ടുള്ള ശ്രീ ശുക മഹർഷി ആദിയായിട്ടുള്ളവരെയൊക്കെയും, അതേപോലെ താപസാംശ്ച താപസന്മാരെയും വന്ദിച്ചു. അഥ പ്രഹൃഷ്ട പരിനഷ്ടമോഹ, അതിനുശേഷം പ്രഹൃഷ്ട
ഈ അമൃതതുല്യമായിട്ടുള്ള ഭാഗവത കഥയെ പാനം ചെയ്ത് അത്യധികം സന്തുഷ്ടരായതിനാൽ അവരെല്ലാവരും പരിനഷ്ടമോഹ, മോഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരായി എന്ന് പറഞ്ഞാൽ, മോഹം എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണ്. ഈ മോഹങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ്. യാതൊന്നിനെയാണോ നമ്മൾ കാക്ഷിക്കേണ്ടത്, ആ അറിവ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് കാക്ഷിക്കേണ്ടാത്തതിൻ്റെ ഒക്കെ പിന്നാലെ കാക്ഷിച്ചു കൊണ്ടുപായുന്നത്. അപ്പോൾ ഈ അജ്ഞാനം അല്ലെങ്കിൽ മോഹം എന്ന് പറയുന്ന അജ്ഞാനം നശിച്ചത് കൊണ്ട് തന്നെ അവരൊക്കെ പ്രഹൃഷ്ട, വളരെയേറെ സന്തുഷ്ടചിത്തരായിരുന്നു. അതായത് മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഇത്രയും നേരവും 7 ദിവസം ഭാഗവത കഥ മുഴുവൻ കേട്ടു എന്ന് തന്നെയല്ല, ആ സാക്ഷാൽ ഭഗവാനെ നേരിട്ട് കാണുവാനും തന്നെയല്ല, അതിലേറെ അവർക്ക് സന്തോഷം നൽകുന്നത് ഭഗവാൻ എന്താ പറഞ്ഞേ, ഈ കഥ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാ ഭക്തജനങ്ങളുടെയും കൂടെ എപ്പോഴും ഞാനുണ്ടാവും എന്നൊരു അനുഗ്രഹവും കൂടി കൊടുത്തിട്ട് പോയത് കൊണ്ട് തന്നെ നിറവിൻ്റെ തികവിൻ്റെ ആനന്ദ നിർവൃതിയിലായിരുന്നു അവരോരോരുത്തരും. അതുകൊണ്ട് തന്നെ അങ്ങനെ അജ്ഞാനം നശിച്ച് ആനന്ദ പരിമഗ്നരായിരുന്ന അവർ സർവേയു പീതകഥാമൃതാസ്തേ, അങ്ങനെ അവരെല്ലാം എല്ലാവരും യയോ അവിടെ നിന്നു പോവുകയും ചെയ്തു. എങ്ങനെ? പീതകഥാമൃതാസ്തേ, ആ ഭാഗവത കഥയെ വേണ്ടുവോളം പാനം ചെയ്ത അവർ, വേണ്ടുവോളം രുചിച്ചറിഞ്ഞ അവർ, വെറുതെ പാനം ചെയ്യുകയല്ല, നന്നായി അതിൻ്റെ ആ ഒരു ഗുണം രുചി അറിഞ്ഞിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു. അങ്ങനെ അതീവ സന്തുഷ്ടരായിട്ട് അവരെല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ നാരദ മഹർഷി അവരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശ്രീശുക മഹർഷിയും താപസന്മാരെയും നമസ്കരിച്ചു. അങ്ങനെ ഈ ഭാഗവത കഥയുടെ രസം വേണ്ടുവോളം പാനം ചെയ്ത് അനുഭവിച്ച രുചിച്ച ആ അജ്ഞാനം നീങ്ങിയ സുഹൃതികളായിട്ടുള്ള ഭഗവത് അനുഗ്രഹം ലഭിക്കുവാൻ സുഹൃതം ചെയ്ത ആ ഭാഗ്യശാലികൾ എല്ലാവരും അതിനുശേഷം അവിടെ നിന്നും അത്യന്തം സന്തുഷ്ടരായിട്ട് അവിടെ നിന്നും പിരിഞ്ഞു പോവുകയും ചെയ്തു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതോ നമത്തച്ചരണേഷു നാരദസ്തഥാശുകാദീനപി താപസാംശ്ച അഥ പ്രഹൃഷ്ടാഃ പരിനഷ്ടമോഹാ സർവേ യയുഃ പീതകഥാമൃതാസ്തേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തതോ അനമത് തത് ചരണേഷു, പദം പിരിക്കണ്ട, പകരം തതോ നമത്തച്ചരണേഷു. ഇവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കുക. അതുപോലെ തച്ചരണേഷു, അവിടെ കൂട്ടക്ഷരമാണ്. പിന്നെ അടുത്തത് നാരദസ്തഥ, കഴിയുന്നതും അവിടം വരെയും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ ശുകാദീനപി, ശുകാദീൻ അപിയാണ് നായുടെ ആകാരം, ശ്രദ്ധിക്കുക. അതേപോലെ പ്രഹൃഷ്ട, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അതുപോലെ തന്നെയാണ് പരിനഷ്ടമോഹ, അവിടെയും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പിന്നെ അടുത്തത് യയു, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 91-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.